വീണ്ടും ചരിത്രം കുറിച്ച മലപ്പുറം നഗരസഭ രാജ്യത്തെ ഏറ്റവും വലിയ വയോജന ഉല്ലാസയാത്ര എന്ന ഖ്യാതിയോടെ സൗജന്യ ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. 104 വയസ്സുകാരി ഫ്ളാഗ് ഓഫ് ചെയ്ത യാത്രയിൽ 80 ബസ്സുകളായി 3100 വയോധികർ ഉല്ലാസയാത്രയിൽ പങ്കാളികളായി. അടിത്തറയുള്ള ബന്ധങ്ങൾക്ക് ഉറപ്പുള്ള വിശ്വാസം. കൂളത്ത് ടൈൽസ്, മാർബിൾസ്, സാനിറ്ററി വെയർ ആൻഡ് സിപി ഫിറ്റിംഗ്സ്. അറുപത് വയസ്സ് മുതൽ 104 വയസ്സിലെത്തിയ വയോധികരെ വരെ ഉൾപ്പെടുത്തി മലപ്പുറം നഗരസഭയുടെ നേതൃത്വത്തിലാണ് വയോജന വിനോദയാത്ര സംഘടിപ്പിച്ചത്. രാജ്യത്തെ ഏറ്റവും വലിയ വയോജന വിനോദയാത്രയാണ് മലപ്പുറം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ചൊവ്വാഴ്ച രാവിലെ 6 മണിക്ക് മലപ്പുറം കോട്ടക്കുന്നിൽ നിന്നും ആരംഭിച്ചത്. യാത്രയ്ക്ക് മലപ്പുറത്തിന്റെ മുത്തശ്ശി 104 വയസ്സ് പൂർത്തിയായ ആലത്തൂർപ്പടി സ്വദേശി അണ്ണിക്കാൻ ഹലീമ നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരിക്ക് പതാക കൈമാറി തുടക്കം കുറിച്ചു. യാത്രക്കാർ ഒരുമിച്ച് കോട്ടക്കുന്ന് മൈതാനിയിൽ വർണ്ണക്കുട ചൂടിയാണ് യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. മലപ്പുറം നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മെഗാ വയോജന യാത്ര സംഘടിപ്പിച്ചത്. മലപ്പുറം നഗരസഭയിലെ 3000-ലേറെ വരുന്ന വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്സവ പ്രതീതിയാർന്നിട്ടുള്ള ഒരു പകലിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. ഈ കോട്ടക്കുന്നിന്റെ മനോഹരമായിട്ടുള്ള കുന്നിൻ ചെരുവിൽ ഇന്ന് നമ്മളൊരു പുതിയ ചരിത്ര ദൗത്യത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിലെ മുതിർന്ന പൗരന്മാർ അവരുടെ വസന്തകാലങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ഊർജ്ജസ്വലമായ കാലഘട്ടങ്ങളിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ആകാവുന്ന നന്മകൾ ചെയ്തവരാണ്. അവരെ കൂടെ ചേർത്ത് നിർത്തി നിങ്ങൾ പഴയ കാലഘട്ടങ്ങളിൽ ഈ സമൂഹത്തിന് നൽകിയിരുന്ന സംഭാവനകളെ ഞങ്ങൾ വിലമതിക്കുന്നുവെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ യാത്ര കൊണ്ട് നഗരസഭ വിഭാവനം ചെയ്യുന്നത്. രാവിലെ കോട്ടക്കുന്നിൽ നിന്നും പുറപ്പെട്ട യാത്ര അരീക്കോട് പ്രത്യേകം തയ്യാറാക്കിയ 2 ഓഡിറ്റോറിയത്തിൽ നിന്നും പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം വയനാട് ജില്ലയിലെ പൂക്കോട് തടാകം, കാരാപ്പുഴ ഡാം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. ഓരോ വാർഡിൽ നിന്നും 3 വളണ്ടിയർമാർ ഓരോ ബസ്സിലും അനുഗമിച്ചു. യാത്രയിൽ ഗതാഗത തടസ്സം നേരിടുന്നതിന് ആർമി റിക്രൂട്ട്മെന്റ് പരിശീലന സ്ഥാപനത്തിലെ പഠിതാക്കൾ, ചുരം സംരക്ഷണ സമിതി എന്നിവരും യാത്രയെ അനുഗമിച്ചിരുന്നു. ഡോക്ടർ, നഴ്സ്, ഫാർമസിസ്റ്റ് അടങ്ങിയ ആംബുലൻസ് ഉൾപ്പെടുന്ന മെഡിക്കൽ ടീമും യാത്രയിൽ സജ്ജീകരിച്ചിരുന്നു. നിറഞ്ഞ സന്തോഷത്തിലാണ് എല്ലാവരും യാത്രയായത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിട്ടാണ്. കാരണം ഇത്രയും വയോജനങ്ങളും മാതാപിതാക്കളെ പ്രായമായ മാതാപിതാക്കളെ ഇപ്പം വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മലപ്പുറം നഗരസഭ ഇത്രയും മാതാപിതാക്കളെ ഒന്നിച്ച് അവരുടെ ആ ഉല്ലാസത്തിന് വേണ്ടി കൊണ്ടുപോകുന്നു. ആക്ച്വലി അതൊരു റെക്കോർഡിനുപരിയായി ഇതൊരു മനുഷ്യത്വപരമായ ഒരു പ്രയോജനമാണ്, അവർക്ക് വേണ്ടിയുള്ള കാര്യമാണ്. എന്തായാലും 3000-ലധികം ഞങ്ങൾ രേഖകൾ പരിശോധിച്ചപ്പോൾ 3010 പേരാണ് ഈ യാത്രയിൽ നിന്ന് പങ്കെടുക്കുന്നത്. 83 ബസ്സുകളിലായിട്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത്. കൂടെ അക്കമ്പനി ചെയ്ത് പോലീസ്, മെഡിക്കൽ ടീം, മറ്റ് വോളണ്ടിയേഴ്സ് എല്ലാവരും ഉണ്ട്. തീർച്ചയായിട്ടും ഇത് ലോകത്ത് തന്നെ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ വേൾഡ് റെക്കോർഡിൽ ഇത് ഇടം പിടിച്ചതായിട്ട് ഞങ്ങൾ വിലയിരുത്തുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞ് ബാക്കി രേഖകൾ പൂർണ്ണമായി പരിശോധിക്കാനായിട്ടുണ്ട്. ഒറ്റപ്പെട്ട് വീട്ടിലിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു വിനോദയാത്രയെ കൊണ്ടുപോകാൻ മക്കൾ പോലും വലിയ സീനിയേഴ്സിനെ കൊണ്ടുപോകാൻ കൂട്ടാക്കാത്ത കാലത്ത് ഇവിടെ വന്ന് നമ്മളെ സന്തോഷപൂർവ്വം നമ്മളെ കൊണ്ടുപോകാൻ ഇങ്ങോട്ട് ഏറ്റുപിടിച്ച് എല്ലാ റിസ്കും എടുത്തിട്ട് കൊണ്ടുപോകുന്ന ഈ സംഘടനയ്ക്ക് വളരെയധികം അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ വയോജന ഉല്ലാസയാത്ര എന്ന ഖ്യാതിയിൽ നടത്തപ്പെടുന്ന വിനോദയാത്രയുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ പരിശോധിക്കുന്നതിന് URF പ്രതിനിധികളും രാവിലെ കോട്ടക്കുന്നിലെത്തിയിരുന്നു. URF പ്രതിനിധികളായ ഗിന്നസ് സുനിൽ ജോസഫ്, അനീഷ്യം യാത്രയുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ പരിശോധിക്കാനായി കോട്ടക്കുന്നിലെത്തിയത്. കേരള വിഷൻ, മലപ്പുറം.